സഹകരണ സ്ഥാപനങ്ങളും വിവരാവകാശ നിയമവും എന്ന ഒരു വിഷയത്തിലാണ് ഇന്ന് കോപ്പിന്റെ ഡിസ്കഷൻ പുരോഗമിക്കുന്നത്. പല സഹകാരികളും പലപ്പോഴും ഉന്നയിക്കാറുള്ള ഒരു സംശയം, സഹകരണ സംഘങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണോ എന്ന വിഷയത്തിൽ പലപ്പോഴും ധാരാളം ആളുകൾ സംശയം പ്രകടിപ്പിക്കാറുണ്ട്. അതിന് ഒരു ലളിതമായ ഒരു വിശകലനത്തിനാണ് ഞാൻ മുതിരുന്നത്. നമ്മുടെ രാജ്യം ആരും എല്ലായ്പ്പോഴും നമ്മളെല്ലാം പറയുന്ന പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. 2005 തന്നെ സമഗ്രമായ ഒരു വിവരാവകാശ നിയമം നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നു. എന്നാൽ ഈ വിവരാവകാശ നിയമത്തിന്റെ വ്യവസ്ഥകൾ സഹകരണ സ്ഥാപനങ്ങൾക്ക് ബാധകമാണോ എന്നതാണ് പലപ്പോഴും ഉയർന്നു വരാറുള്ള ഒരു സംശയം. എന്നാൽ അത് ബാധകമല്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തലപ്പലം ബാങ്ക് കേസിൽ ഒരു ജഡ്ജിമെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്നും തലപ്പലം ബാങ്ക് കേസിലെ ജഡ്ജിമെന്റ് ആണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ സഹകരണ സ്ഥാപനങ്ങൾ വിവരാവകാശ നിയമം ബാധകമാണോ എന്ന വിഷയം പരിശോധിക്കുമ്പോൾ അതിനെ നയിക്കുന്ന ബേസിക്കായ വിധി, അടിസ്ഥാനപരമായ വിധി തലപ്പലം ബാങ്ക് കേസിലെ വിധിയാണ്. ആ വിധി എന്താണ് പറഞ്ഞത്? സഹകരണ സ്ഥാപനങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സഹകരണ സ്ഥാപനങ്ങൾ വരുന്നതല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് വരും എന്ന് പറയാൻ ആർക്കാണ് യഥാർത്ഥത്തിൽ അവകാശം? ആർക്കും അവകാശമില്ല. കാരണം സുപ്രീം കോടതിയാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ നീതിന്യായ പീഠം. സുപ്രീം കോടതി പറയുന്നു സഹകരണ സ്ഥാപനങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമല്ല. അപ്പൊ പിന്നെ എന്താ പ്രശ്നം? എവിടെയാണ് അതിന്റെ പ്രശ്നം? സുപ്രീം കോടതി തലപ്പലം ബാങ്ക് കേസിൽ എന്താണ് പരിശോധിച്ചത്? ഒന്ന് രണ്ട് ചെറിയ പോയിന്റ്സ് മാത്രം നമ്മൾ ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. സുപ്രീം കോടതി പറഞ്ഞു, സഹകരണ സ്ഥാപനങ്ങളെ ഇതിനകത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അവ ഗണ്യമായ സർക്കാർ സഹായമുള്ള സ്ഥാപനങ്ങളായിരിക്കണം. ഗണ്യമായ സർക്കാർ സഹായം, സാമ്പത്തിക സഹായം എന്നത് എന്താണെന്ന് സുപ്രീം കോടതി തലപ്പലം ബാങ്ക് കേസിൽ പരിശോധിച്ചിട്ടുണ്ട്. ഗണ്യമായ സഹായം എന്ന് പറഞ്ഞാൽ ഈ സഹായമില്ലാതെ സഹകരണ സ്ഥാപനം പ്രവർത്തിക്കില്ല. അത്രയും ഭീമമായ സഹായം സർക്കാരിന്റെ ഉണ്ടാവണം. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ ഗണ്യമായ സർക്കാരിന്റെ സഹായത്തിലാണോ പ്രവർത്തിക്കുന്നത്? അല്ലെന്ന് നമുക്ക് ആർക്കും അറിയാം. സ്വന്തം വിഭവശേഷിയുള്ള ധാരാളം നിക്ഷേപമുള്ള സ്ഥാപനങ്ങളാണ്. ഗവൺമെന്റ് അപൂർവ സ്ഥാപനങ്ങളിൽ ഓഹരി എടുത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കേവലമായ ആ ഓഹരി കൊണ്ട് മാത്രം സർക്കാരിന്റെ നിയന്ത്രണം ഗണ്യമായ ഒന്നായി മാറുന്നില്ല. സുപ്രീം കോടതി പരിശോധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, നിയന്ത്രണം. സഹകരണ സ്ഥാപനങ്ങളിൽ ഗണ്യമായ നിയന്ത്രണം സർക്കാരിനുണ്ടെങ്കിലേ അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് ഉണ്ടെങ്കിലേ വിവരാവകാശ നിയമം ബാധകമാകുള്ളൂ. ബഹുമാനപ്പെട്ട സഹകരണ സംഘം രജിസ്ട്രാർ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ നിയന്ത്രണമുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഉണ്ട്. പക്ഷെ അത് ഗണ്യമായതല്ല. അവിടെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇതും സുപ്രീം കോടതി പരിശോധിച്ചിട്ടുണ്ട്. ഒരു സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ച് അതിന്റെ ദൈനംദിന ഭരണസമിതിയിൽ നിക്ഷിപ്തമാണ്. ഡേ ടു ഡേ അഫയേഴ്സ് ഓഫ് എ സൊസൈറ്റി ഈസ് എൻട്രസ്റ്റഡ് ഓൺ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. കേരളത്തിലെ സഹകരണ നിയമത്തിൽ ഇത് പറയുന്നുണ്ട്. എന്നാൽ സഹകരണ സ്ഥാപനങ്ങളുടെ പരമാധികാര സഭ വകുപ്പ് 27 അനുസരിച്ച്, കേരളത്തിലെ സഹകരണ നിയമത്തിന്റെ വകുപ്പ് 27 അനുസരിച്ച് പൊതുയോഗമാണ്. സഹകരണ നിയമത്തിലെയും ചട്ടത്തിലെയും വ്യവസ്ഥകൾക്കകത്തു നിന്നുകൊണ്ട് സംഘത്തിന്റെ വാർഷിക പൊതുയോഗമാണ് സംഘം കാര്യങ്ങളിലെ പരമാധികാര സഭ. എന്നാൽ സംഘങ്ങളെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വിപുലമായി പണം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ അവയുടെ നിയന്ത്രണത്തിനും പൊതുമാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാനുള്ള അധികാരങ്ങൾ രജിസ്ട്രാർക്കുണ്ട്. അത് വിവരശേഖരണത്തിനുള്ള സമ്പൂർണ്ണ അധികാരമല്ല. ഈ വസ്തുത നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാര്യം ഇതിന്റെ ഭാഗമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലായ്പ്പോഴും പല ആളുകളും ദുരുപയോഗം ചെയ്യുന്ന സുപ്രീം കോടതി വിധിയിലെ ക്ലോസ് ഇതാണ്: രജിസ്ട്രാർ ക്യാൻ ഗ്യാദർ ഇൻഫർമേഷൻ ഫ്രം സൊസൈറ്റീസ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് ലോ പെർമിറ്റ്സ്. ഇവിടെ ലോ എന്ന് പറയുന്നത് സഹകരണ നിയമമാണ്. സഹകരണ നിയമം അനുശാസിക്കുന്ന തലം വരെ വിവരശേഖരണം. സഹകരണ നിയമത്തിൽ കൃത്യമായി വ്യവസ്ഥ ഉണ്ടാവണം. സഹകരണ നിയമത്തിൽ വ്യവസ്ഥയില്ലാത്ത കാര്യങ്ങളിൽ വിവരശേഖരണം സാധ്യമല്ല. സഹകരണ സ്ഥാപനങ്ങളുടെ രേഖകൾ, സഹകരണ വകുപ്പിന്റെ കൈവശമുള്ള രേഖകൾ, അത് നിയമപ്രകാരം വെളിപ്പെടുത്താൻ തടസ്സമില്ലാത്ത രേഖകൾ, സംഘങ്ങളുടെ ബിസിനസ് താല്പര്യങ്ങളെ ഹനിക്കാത്ത രേഖകൾ, സംഘങ്ങളുടെ ആഭ്യന്തര രഹസ്യത്തെ ഹനിക്കാത്ത രേഖകൾ വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്താൻ കഴിയും. അത് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുള്ളത്.
ഒറ്റയ്ക്കൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഹു സുപ്രീം കോടതി തലപ്പലം ബാങ്ക് കേസിന്റെ ജഡ്ജ്മെന്റിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ടല്ലോ. എന്താ പറയണേ? സഹകരണ സ്ഥാപനങ്ങളുടെ നിക്ഷേപ വിവരങ്ങൾ വെളിപ്പെടുത്താം. ഞങ്ങളത് വിശദമായി പരിശോധിച്ചു. എന്നാൽ സഹകരണ നിയമത്തിൽ നിക്ഷേപ വിവരത്തിന്റെ വിവരശേഖരണം സംബന്ധിച്ച് അത് വെളിപ്പെടുത്താൻ കഴിയുന്ന, വിവരം ശേഖരിക്കാൻ കഴിയുന്ന, രജിസ്ട്രാർക്ക് ഗാദർ ചെയ്യാൻ കഴിയുന്ന ഒരു രേഖയാണ് സഹകരണ സ്ഥാപനങ്ങളുടെ നിക്ഷേപ വിവരം എന്ന് ഞങ്ങൾ കാണുന്നില്ല എന്നാണ് ബഹു സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് സഹകരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ രജിസ്ട്രാർക്ക് നിർബന്ധമായും രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ട രേഖകൾ മാത്രമേ രജിസ്ട്രാറുടെ കൈവശം ഉണ്ടാകുള്ളൂ. സഹകരണ സ്ഥാപനങ്ങളിൽ മാത്രമുള്ള രേഖകൾ ഒരു കാരണവശാലും വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തേണ്ടതില്ല, വെളിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ കോടതി വിധികളും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവുകളും എല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മുൻ വിവരാവകാശ കമ്മീഷണർ വിൻസെന്റ് എം പോൾ അദ്ദേഹത്തിന്റെ വളരെ പ്രസക്തമായ ഉത്തരവുണ്ട്. സഹകരണ സ്ഥാപനങ്ങൾ ഇത് ബാധകമല്ല എന്ന് അസന്ദിഗ്ധമായി വിവരാവകാശ കമ്മീഷണർ വിൻസെന്റ് എം പോൾ അദ്ദേഹത്തിന് ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിനുശേഷം എത്രയോ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവുകൾ സഹകരണ സ്ഥാപനങ്ങളെ ഇതിന്റെ പരിമിതമായ നിയന്ത്രണം മാത്രമേ വിവരാവകാശ നിയമത്തിനുള്ളൂ എന്ന് വ്യക്തമാക്കുന്ന എത്രയോ വിവരാവകാശ കമ്മീഷൻ ഉത്തരവുകൾ നിലവിൽ വന്നു കഴിഞ്ഞു. ഇപ്പോഴും ഇതൊന്നും മനസ്സിലാക്കാതെ സഹകരണ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ യഥേഷ്ടം ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആളുകൾ കൊടുക്കുകയാണ്. അപ്പോൾ പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളെല്ലാം കൃത്യമാണെങ്കിൽ പിന്നെ വിവരം വെളിപ്പെടുത്തിയാൽ എന്താ കുഴപ്പം? അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു നിയമം മൂലം ഒരു കാര്യം വെളിപ്പെടുത്തണമെങ്കിൽ നിയമത്തിൽ വ്യവസ്ഥ ഉണ്ടാവണം. നിയമത്തിൽ വ്യവസ്ഥ ഇല്ലാത്ത കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല, അത് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ സഹകരണ സ്ഥാപനത്തിന് വിവരം വെളിപ്പെടുത്തിയാൽ ഇവിടെ പ്രത്യേകിച്ച് ഭൂകമ്പം ഉണ്ടായിട്ടല്ല. പിന്നെ സഹകരണ സ്ഥാപനങ്ങൾ കേവലം ഒരു ഓഫീസോ സംവിധാനമോ മാത്രമല്ല, അത് വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങളാണ്, ബിസിനസ് സ്ഥാപനങ്ങളാണ്. അതിന് ബിസിനസ് സീക്രസി ഉണ്ട്. ഒരു സ്ഥാപനം തുടങ്ങാൻ പോകുന്ന ഒരു പദ്ധതി, അതിനുവേണ്ടി തയ്യാറാക്കിയ പ്രോജക്റ്റ് റിപ്പോർട്ട്, ഇതെല്ലാം വിവരാവകാശ നിയമം അനുസരിച്ച് ആദ്യം തന്നെ ചോർന്നാൽ ഇത് തുടങ്ങാൻ ഈ സംഘം തുടങ്ങുന്നതിന് മുമ്പ് വേറൊരു സംഘത്തിന് വേണമെങ്കിൽ അത് ആരംഭിക്കാം. അപ്പോൾ എല്ലാം വെളിപ്പെടുത്താൻ കഴിയില്ല. സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് സഹകാരികളോടാണ് അത് ആദ്യമായി കമ്മിറ്റഡ് ആവുന്നത്. സഹകാരികൾക്ക് വിവരശേഖരണത്തിന് സഹകരണ നിയമത്തിൽ തന്നെ വ്യവസ്ഥയുണ്ട്. വകുപ്പ് 19B ഒരു സഹകാരിക്ക് എന്തെല്ലാം വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്, സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് വിവരാവകാശ നിയമം ബാധകമല്ല. അതാണ് നമുക്കിത് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എന്ന് വ്യക്തമാക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കും. നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായാണ് കണക്കാക്കുന്നത്. ഭരണഘടന അനുസരിച്ച് നാം ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പുരോഗമനപരമായ എത്രയോ നിയമങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ നാട്. ഭരണം സുതാര്യമാക്കാനും അഴിമതി തടയാനും ജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാൻ അവകാശമുണ്ടാകണം. അവർ വെറും കാഴ്ചക്കാരല്ല. എബ്രഹാം ലിങ്കന്റെ വാക്കുകൾ കടമെടുത്താൽ ഡെമോക്രസി ഈസ് എ ഗവൺമെൻറ് ഓഫ് ദി പീപ്പിൾ, ബൈ ദി പീപ്പിൾ ആൻഡ് ഫോർ ദി പീപ്പിൾ എന്നാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ ഭരണമാണത്. ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ അംഗീകരിച്ചുകൊണ്ട് 2005 വിവരാവകാശ നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നു. എന്നാൽ ഈ നിയമം സഹകരണ സംഘങ്ങൾക്ക് ബാധകമോ എന്ന കാര്യത്തിൽ ധാരാളം സംശയങ്ങൾ നിലനിൽക്കുന്നു. ബാധകമല്ല എന്ന് തലപ്പലം ബാങ്ക് കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ഗണ്യമായ ധനസഹായവും സർക്കാരിൻ്റെ ഗണ്യമായ നിയന്ത്രണവുമുള്ള സ്ഥാപനങ്ങളെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരികയുള്ളൂ. ഗണ്യമായ സഹായം എന്നാൽ സംഘത്തിൻ്റെ പ്രവർത്തനം മുഖ്യമായും സർക്കാർ ധനസഹായം കൊണ്ടാണ് എന്ന് വരണം. നിയന്ത്രണം എന്നാൽ വെറും നിയന്ത്രണം പോരാ, ആയതിന് സർക്കാരിന് ഗണ്യമായ നിയന്ത്രണാധികാരം വേണം. കേരള സഹകരണ നിയമം അനുസരിച്ച് സർക്കാർ നിയന്ത്രണം പരിമിതമാണെന്നും സംഘങ്ങളിൽ സർക്കാരിൻ്റെ ഗണ്യമായ നിയന്ത്രണം സാധ്യമല്ലെന്നും വ്യക്തമാക്കുന്ന നിരവധി കോടതി വിധികൾ വന്നു കഴിഞ്ഞു. എന്നിട്ടും ഇന്നും സഹകരണ സ്ഥാപനങ്ങളോട് വിവരശേഖരണം നടത്തുന്ന പ്രക്രിയ തുടരുന്നു. ശ്രദ്ധേയമായ കാര്യം ഇത് മനസ്സിലാക്കാതെ സംഘം വിവരങ്ങൾ പല സംഘങ്ങളും നൽകുന്നു എന്നുള്ളതാണ്. തലപ്പലം ബാങ്ക് കേസിലെ സുപ്രീം കോടതി വിധിയുടെ ഒരു ഭാഗം ചിലർ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. രജിസ്ട്രാർ ക്യാൻ ഗ്യാദർ ഇൻഫർമേഷൻ ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ലോ പെർമിറ്റ്സ് എന്ന വാചകമാണ് വിവരശേഖരണം നടത്താൻ ചില വിവരാവകാശ അപേക്ഷകർ മറയാക്കുന്നത്. സഹകരണ നിയമത്തിൽ വ്യവസ്ഥയുള്ള കാര്യങ്ങളെ ഇപ്രകാരം ഗ്യാദർ ചെയ്യാൻ കഴിയും. സഹകരണ വകുപ്പിൻ്റെ കൈവശമുള്ളതും നിയമപ്രകാരം വെളിപ്പെടുത്താനാവുന്നതുമായ കാര്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് ലഭിക്കും. എന്നാൽ സഹകരണ സംഘത്തിൽ മാത്രം ലഭ്യമായവ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമല്ല. തലപ്പലം ബാങ്ക് കേസിൽ സുപ്രീം കോടതി വിധിയിൽ നിക്ഷേപ വിവരം വിവരാവകാശ നിയമപ്രകാരം നൽകാൻ കഴിയുമോ എന്ന്
സുപ്രീം കോടതി പരിശോധിക്കുന്നുണ്ട്. സഹകരണ നിയമത്തിൽ ഇപ്രകാരം വിവരം നൽകാൻ വ്യവസ്ഥയില്ലെന്ന് കോടതി വിധിയിൽ പരാമർശിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാവുകയാണ്, സഹകരണ നിയമത്തിൽ വ്യവസ്ഥയുണ്ടെങ്കിലേ വിവരശേഖരണം നടത്താൻ കഴിയൂ. മാത്രവുമല്ല, സഹകരണ വകുപ്പിൻ്റെ കൈവശമുള്ള കാര്യങ്ങളെ വിവരാവകാശ നിയമപ്രകാരം നൽകാൻ കഴിയൂ എന്ന് ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രാർ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ അറിയിച്ചിട്ടുമുണ്ട്. ചില സുമനസ്സുകൾ സംഘം വിവരം വെളിപ്പെടുത്തിയാലെന്ത്, സുതാര്യമെങ്കിൽ എന്തിനു ഭയപ്പെടണം എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട്. അതിനുള്ള മറുപടി ലളിതമാണ്. വിവരാവകാശ നിയമത്തിൽ പറയാത്ത കാര്യം ആ നിയമപ്രകാരം എന്തിനു നടപ്പാക്കണം എന്നതാണ് ആദ്യ മറുപടി. പിന്നെ സഹകരണ സ്ഥാപനങ്ങളിലെ വിവരമറിയാൻ സഹകരണ നിയമത്തിൽ വകുപ്പ് 19B തന്നെ വ്യവസ്ഥയുണ്ടെന്നുള്ള കാര്യം പലർക്കും അറിയില്ല എന്നുള്ളതാണ്. സഹകരണ സംഘം ബിസിനസ് സ്ഥാപനമാണ്. അതിന് ബിസിനസ് സീക്രസി ഉണ്ട്. അത് പാലിച്ചില്ലെങ്കിൽ സ്ഥാപനം തകർന്നു പോകും. വിവരാവകാശ നിയമത്തെ ദുരുപയോഗപ്പെടുത്തി സംഘം വിവരം ശേഖരിച്ച് സഹകരണ സ്ഥാപനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ കാര്യത്തിൽ സഹകാരികൾ ജാഗരൂകരാവുക എന്നതാണ് പ്രധാനം. ഹായ് ഡാർലിംഗ്, പറയൂ. ഇപ്പൊ വരാം. ഇല്ല മറന്നിട്ടില്ല, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ. എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില്, ഇത് തന്നെ വേണത്രേ. നമ്മുടെ ബാങ്കിന്റെ ആണേ, സംഗതി സൂപ്പറാ. CoPro Coconut Oil, crossing dreams of taste. High-grade coconuts, advanced technology, triple filter process. A product of Venganesheri Service Cooperative Bank.